സോ ഡി എൻ എ റെപ്ലിക്കേഷന് സഹായിക്കുന്ന മെഷീനറീസ് ആൻഡ് എൻസൈമുകൾ. സോ ഡി എൻ എ റെപ്ലിക്കേഷന് എന്തൊക്കെയാണ് ആവശ്യം? ഡി എൻ എയുടെ കോപ്പി സിന്തസൈസ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള എൻസൈമുകൾ അല്ലെങ്കിൽ മെഷീനറീസ് എന്തൊക്കെയാണ്? ആദ്യത്തേത് ഹെലിക്കേസ്. ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം. ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എനെ അൺവൈൻഡ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡ് ആക്കുക എന്നുള്ളതാണ് ഹെലിക്കേസിൻ്റെ ഡ്യൂട്ടി. സോ വൈൻഡ് ചെയ്തിട്ടാണ് ഹെലിക്കൽ സ്ട്രക്ചറായിട്ട് വൈൻഡ് ചെയ്തിട്ടാണ് ഡി എൻ എ ഉണ്ടാവുക. അതിനെ അൺവൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഹെലിക്കേസിൻ്റെ ഡ്യൂട്ടി. അൺവൈൻഡ് ചെയ്താലേ അതിൽ ഒരു സ്ട്രാൻഡിൽ നിന്ന് രണ്ട് സ്ട്രാൻഡ് സെപ്പറേറ്റഡ് ആയാൽ മാത്രമേ അതിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് എൻസൈം ഹെലിക്കേസ് ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആ ഹെലിക്കൽ സ്ട്രക്ചറിനെ അൺവൈൻഡ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുക. രണ്ടാമത്തെ എൻസൈം ടോപ്പോ ഐസോമറേസ്. ടോപ്പോ ഐസോമറേസ് എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കിടന്നിരുന്ന ആ ഡി എൻ എ അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് വീണ്ടും അത് അൺവൈൻഡിൽ നിന്ന് വൈൻഡിങ്ങിലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഓൾറെഡി അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റഡ് ആണ്. സോ ടോപ്പോ ഐസോമറേസിൻ്റെ ഡ്യൂട്ടി റിലീവ് ടെൻഷൻ ക്രിയേറ്റഡ് ബൈ ഹെലിക്കേസ്. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാനായിട്ട് ഹെലിക്കേസ് വന്നപ്പോൾ അവിടെ ആ സ്ട്രാൻഡിലുണ്ടായ ടെൻഷൻ വീണ്ടും അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആവാനുള്ള ആ ടെൻഡൻസിയിൽ അത് റിലീവ് ചെയ്യാനാണ് ടോപ്പോ ഐസോമറേസ് എന്ന് പറഞ്ഞ എൻസൈം. പിന്നീട് വരുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ. ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡായി അൺവൈൻഡ് ചെയ്ത ഡി എൻ എയിൽ ടോപ്പോ ഐസോമറേസ് വന്ന് ആ ടെൻഷൻ റിലീവ് ചെയ്തു. പിന്നീട് ഇപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ഡി എൻ എയിൽ ചില പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യും. ആ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിനെ അങ്ങനെ തന്നെ നിർത്താനായിട്ട് അതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ. സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ ഓൺ സെപ്പറേറ്റഡ് ഡി എൻ എ. ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ടോപ്പോ ഐസോമറേസ് വെച്ച് ആ ടെൻഷൻ റിലീവ് ചെയ്തിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഡി എൻ എയിൽ ഇപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് വരുമ്പോൾ അത് കുറച്ചുകൂടി സ്റ്റേബിൾ ആവും. അടുത്ത എൻസൈമാണ് പ്രൈമേസ്. പ്രൈമേസ് എന്ന എൻസൈമിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ആ ഡി എൻ എയുടെ സ്ട്രാൻഡിൽ ക്രിയേറ്റ് ഷോർട്ട് ഫ്രാഗ്മെൻറ്റ് ഓഫ് ആർ എൻ എ ഓർ പ്രൈമർ. ഒന്നുകിൽ ചെറിയ സ്ട്രെച്ചസ് ഓഫ് ഷോർട്ട് ആർ എൻ എയുടെ ഒരു സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്കതിനെ പ്രൈമർ എന്ന് പറയാം. പ്രൈമർ അഥവാ ചെറിയ സെഗ്മെൻറ്റ് ഓഫ് നമ്മുടെ ആർ എൻ എയുടെ ഫ്രാഗ്മെൻറ്റുകളാണ് വരിക. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈമാണ് പ്രൈമേസ്. കാരണം ഒരു പ്രൈമേസിന് മാത്രമേ ആർ എൻ എ പ്രൈമേസ് കൊണ്ടുവരുന്ന പ്രൈമറിന് മാത്രമേ ന്യൂക്ലിയോടൈഡ് ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനീഷ്യേഷൻ ഈ പോളിമറൈസേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിൻ്റെ അഡീഷൻ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ഈ പ്രൈമേസിൻ്റെ ആവശ്യമുണ്ട്. സോ പെയർഡ് വിത്ത് ടെംപ്ലേറ്റ് ഡി എൻ എ ഈ വരുന്ന ഷോർട്ട് ഫ്രാഗ്മെൻറ്റ് ഓഫ് ആർ എൻ എ അഥവാ പ്രൈമർ നമ്മുടെ നേരത്തെയുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ആ ടെംപ്ലേറ്റ് ഡി എൻ എയിൽ പെയർഡായിട്ട് നിൽക്കും. അതിൻ്റെ മേലെയാണ് അടുത്ത പോളിമറൈസ് എൻസൈം വന്ന് ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുള്ളൂ. സോ ഇനീഷ്യേഷൻ ഓഫ് ദ പ്രോസസ്സ് റെപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡി എൻ എ പ്രൈമേസ് വേണം. അടുത്തത് ഡി എൻ എ പോളിമറൈസ് എൻസൈം. ഡി എൻ എ പോളിമറൈസ് എൻസൈമിൻ്റെ ഡ്യൂട്ടി ന്യൂക്ലിയോടൈഡുകളെ ഈ പ്രൈമർ വന്ന് ആഡ് ചെയ്ത് അതിൻ്റെ ശേഷം ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുക 1 by 1 എന്നാണ്. ബേസ് പെയറിംഗ് കോംപ്ലിമെൻറ്റാരിറ്റി അനുസരിച്ച് ടെംപ്ലേറ്റിനനുസരിച്ച് ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഡി എൻ എ പോളിമറൈസിൻ്റെ ഡ്യൂട്ടി. സോ ക്രിയേറ്റ്സ് ഡി എൻ എ ഫ്രം ന്യൂക്ലിയോടൈഡുകൾ. അങ്ങനെ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ടാക്കാനായിട്ടാണ് ഡി എൻ എ പോളിമറൈസ് എൻസൈം. ഈ ഡി എൻ എ പോളിമറൈസ് എൻസൈമിനുള്ള എബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കാറ്റലൈസ് പോളിമറൈസേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ വെരി ഷോർട്ട് ടൈം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഡി എൻ എ പോളിമറൈസ് എൻസൈമുണ്ട്. അത്രയ്ക്കും ഹൈലി എഫിഷ്യൻ്റ് ആണ് ഡി എൻ എ പോളിമറൈസ്. ഇവിടുത്തെ ഡി എൻ എ പോളിമറൈസിൻ്റെ ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ് ആണ്. ഡി എൻ എനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ പോളിമറൈസ് എൻസൈം ഈ പറഞ്ഞ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുന്നത്. അടുത്ത പ്രത്യേകത ഡി എൻ എ പോളിമറൈസിൻ്റെ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എറർ വരികയാണെങ്കിൽ അത് തിരിച്ചു പോയി അത് ചെക്ക് ചെയ്യുന്നു. പ്രൂഫ് റീഡിങ് മെക്കാനിസം ഉള്ളതാണ് ഈ ഡി എൻ എ പോളിമറൈസ്. ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ മാത്രമേ പുതിയ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൽ ഉണ്ടാവുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ വരികയാണെങ്കിൽ ആ എററുകളെ റെക്ടിഫൈ ചെയ്ത് പ്രൂഫ് റീഡിങ് വഴി റെക്ടിഫൈ ചെയ്ത് വീണ്ടും കറക്റ്റായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യാനായിട്ട് ഡി എൻ എ പോളിമറൈസ് എൻസൈമിന് പറ്റും. അതുകൊണ്ട് നമ്മളതിനെ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ഉണ്ടെന്ന് പറയും. പ്രൂഫ് റീഡിങ് ഇല്ലെങ്കിൽ ഈ എറർ ചെക്ക് ചെയ്തില്ല റെക്ടിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മ്യൂട്ടേഷൻസ് സംഭവിക്കും.
അടുത്ത പ്രത്യേകത ഈ DNA പോളിമറേസ് എൻസൈമിൻ്റെ സ്പീഡാണ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈക്വളയാണ് 4.6 × 10⁶ 4.6 × 10⁶ ബേസ് പെയർ പെർ ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഹ്യൂമൺ ആണെങ്കിൽ 6.6 ഡിപ്ലോയിഡ് കണ്ടൻറ്റ് 10⁹. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ആണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ഈ ന്യൂക്ലിയോടൈഡുകളെ അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാനുള്ള സ്പീഡ് DNA പോളിമറേസിന് എത്രയാണ്? 38 മിനിറ്റ് മാത്രമേ വേണ്ടൂ. വെറും 38 മിനിറ്റ് കൊണ്ട് അത് അതിൻ്റെ ന്യൂക്ലിയോടൈഡുകളെ പോളിമറൈസ് ചെയ്യുന്നു. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 2000 ബേസ് പെയർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 2000 ബേസ് പെയർ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യാനായിട്ട് DNA പോളിമറൈസ് എൻസൈമിന് പറ്റും. സോ ഹൈലി കാറ്റലിറ്റിക് ആക്ടിവിറ്റി, എഫിഷ്യൻസി, അതുപോലെ ആക്യുറസി അല്ലെങ്കിൽ പ്രൂഫ് റീഡിങ്, ഹൈ സ്പീഡ് 38 മിനിറ്റ്സിൽ 2000 ബേസ് പെയർ ഒരു സെക്കൻഡിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേണ്ട എൻസൈമാണ് DNA ലൈഗേസ്. ഇങ്ങനെ ആഡ് ചെയ്ത ന്യൂക്ലിയോടൈഡുകളെ അല്ലെങ്കിൽ ആ സ്ട്രാൻഡുകളെ ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് DNA ലൈഗേസിൻ്റെ ഡ്യൂട്ടി. ഒരു ഗമ്മിൻ്റെ ഫങ്ഷൻ എന്താണ്? അതുപോലെ കൂട്ടി യോജിപ്പിക്കുക, ഈ സ്ട്രാൻഡുകളിലുള്ള ആ ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. സോ ആദ്യം RNA പ്രൈമർ വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് DNA പോളിമറൈസ് ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ പ്രൈമറെ റിമൂവ് ചെയ്ത് ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ സീൽ ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് DNA ലൈഗേസ്. സോ ഇത്രയാണ് നമ്മുടെ DNA റെപ്ലിക്കേഷന് വേണ്ട എൻസൈമുകൾ. അടുത്തത് റെപ്ലിക്കേഷൻ മെഷീനറിയിൽ പറയുന്നത്, റെപ്ലിക്കേഷൻ ഒരു ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ഒരുപാട് എനർജി ആവശ്യമുണ്ട്. സോ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണമെങ്കിൽ എനർജി പ്രൊവൈഡ് ചെയ്യണത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് അഥവാ DNTP, ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ DNTP. ഇതാണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് റെപ്ലിക്കേഷന് ഒരുപാട് എനർജി അല്ലെങ്കിൽ എനർജറ്റിക്കലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് അഥവാ DNTP അതിന് 2 പർപ്പസുകളാണുള്ളത്, ഡ്യുവൽ പർപ്പസുകളുണ്ട്. ഒന്ന്, ഇറ്റ് ആക്ട് ആസ് എ സബ്സ്ട്രേറ്റ്. ഈ പോളിമറൈസേഷൻ ആണല്ലോ ഈ പറഞ്ഞ DNA തന്നെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡോട്ടർ സ്റ്റാൻഡിൽ. ടെംപ്ലേറ്റിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ ഡോട്ടർ സ്റ്റാൻഡിൽ ആഡ് ചെയ്തിട്ടാണ് അതൊരു ഡോട്ടർ സ്റ്റാൻഡായിട്ട് മാറുന്നത്. സോ അതിൽ ആദ്യമായിട്ട് ഈ DNTPയുടെ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ആഡ് ചെയ്യുന്ന ഈ DNTPകളാണ് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയോടൈഡുകളാണ് ഡോട്ടർ സ്റ്റാൻഡായിട്ട് മാറുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് ഇതൊരു സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. രണ്ടാമത്, ഇറ്റ് പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ. ഈ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയുള്ള പോളിമറൈസേഷൻ റിയാക്ഷന് വേണ്ടിയുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും ഇതേ DNTP ആണ്. സോ കാരണം ഈ DNTPയുടെ ടെർമിനൽ ഫോസ്ഫേറ്റ് 2 ടെർമിനൽ DNTPയുടെ 2 ടെർമിനൽ ഫോസ്ഫേറ്റുകൾ എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മുടെ ATPനെ പറയണ പോലെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പറയണ പോലെ തന്നെ DNTPയുടെയും ആ ടെർമിനൽ ഫോസ്ഫേറ്റുകൾ ഇതിന് എനർജി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ DNTP ആണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്. ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് അഥവാ DNTP ആണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കാനായിട്ട് അത് തന്നെയാണ് ഈ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? DNTPs തന്നെയാണ്. ഈ റെപ്ലിക്കേഷൻ ഓഫ് DNA എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്. ഈ ന്യൂക്ലിയസിൽ നമ്മുടെ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ, ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അതിൽ S ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. സോ റെപ്ലിക്കേഷൻ ഓഫ് DNA നടക്കുന്നത് S ഫേസ് ഓഫ് സെൽ സൈക്കിൾ. സെൽ സൈക്കിൾ അഥവാ സെൽ ഡിവിഷനിലെ S ഫേസിൽ ആണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ചിട്ട്. സോ റെപ്ലിക്കേഷൻ ഓഫ് DNAയും അതുപോലെ സെൽ സൈക്കിളും DNAയുടെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് അത് സെൽ ഡിവിഷൻ നടന്ന് ആ സെൽ സൈക്കിൾ നടക്കുന്നതും ഹൈലി കോർഡിനേറ്റഡ് ആയിരിക്കണം. ഹൈലി കോർഡിനേറ്റഡ് ആണ്. സോ റെപ്ലിക്കേഷനും DNA റെപ്ലിക്കേഷനും സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ സൈക്കിളും കോർഡിനേറ്റഡ് ആവണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻ കേസ് ഫെയിലിയർ ഇൻ സെൽ ഡിവിഷൻ ആഫ്റ്റർ DNA റെപ്ലിക്കേഷൻ, DNAയുടെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം DNA സിന്തസൈസ് നടന്നതിന് ശേഷം റെപ്ലിക്കേഷന് ശേഷം
സെൽ ഡിവിഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്ന്, സോ അതിൻ്റെ ഡോട്ടർ സ്റ്റാൻഡ് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് സെൽ ഡിവിഷൻ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം, ആ ഡിവിഷൻ സമയത്ത് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ ലീഡ് ടു പോളിപ്ലോയിഡി. പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ക്രോമസോമൽ ഒരു ഡിസോർഡറിലേക്ക് അത് വഴിതെളിക്കും. സോ എപ്പോഴും DNA റെപ്ലിക്കേഷനും അതുപോലെ സെൽ സൈക്കിളും ഹൈലി കോർഡിനേറ്റഡ് ആയിരിക്കും. റെപ്ലിക്കേറ്റ് ചെയ്ത DNA കറക്റ്റായിട്ട് സെൽ ഡിവിഷൻ സൈക്കിളിൽ അത് നടന്നു പോയില്ലെങ്കിൽ അതെന്താ ഒരുപാട് നമ്പർ ഓഫ് പോളിപ്ലോയിഡി, മോർ നമ്പർ ഓഫ് ക്രോമസോംസ് പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു ക്രോമസോമൽ അബ്നോർമാലിറ്റി ആയിട്ട് മാറും.